ജവഹർലാൽ നെഹ്റു, ബുൾസാരിയനന്ദ, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, ചരൺ സിംഗ്, രാജീവ് ഗാന്ധി, VP സിംഗ്, ചന്ദ്രശേഖർ, നരസിംഹറാവു, AB വാജ്പേയി, HD ദേവഗൌഡ, IK ഗുജ്റാൾ, മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. ജമ്മുകാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ, ബീഹാർ, സിക്കിം, ആസാം, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കേരള, തമിഴ്നാട്, കർണാടക, രാജസ്ഥാൻ, ഗുജറാത്ത്, തെലങ്കാന, നാഗാലാൻഡ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. നമസ്കാരം. വെറും 8 സെക്കൻഡ് കൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറയുന്ന 7ാം ക്ലാസ് വിദ്യാർത്ഥി. കോട്ടയം ജില്ലയിലെ ഏഞ്ചൽ വാലിയിൽ മാത്യു പുതിയത്തിൻ്റെയും ജിൻഡുവിൻ്റെയും മകനായ ഡിയോൺ മാത്യുവാണ് ഇത്തരത്തിൽ ഒരു കഴിവുള്ളത്. ഒരുപാട് സമ്മാനങ്ങളൊക്കെ സ്കൂളിൽ നിന്നും വിവിധ മത്സരങ്ങളിൽ നേടിയിട്ടുള്ള ആളുകൂടിയാണ്. നമുക്ക് ഡിയോൺ മാത്യുവിനെ പരിചയപ്പെടാം. ഡിയോണേ, എന്തുണ്ട് വിശേഷം? ഇപ്പം അവധിക്കാലമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. എന്താണ് അവധിക്കാലത്തൊക്കെ ചെയ്യുന്നത്? ഞങ്ങളിവിടെ ഇങ്ങനെ കളിച്ച് കളിക്കുക മാത്രമേ ഉള്ളൂ? വായിക്കാൻ പുസ്തക വായനയുണ്ടോ? പുസ്തകം വായന, പിന്നെ ഇംഗ്ലീഷിന്റെ വാക്ക്, സെന്റൻസ്, അങ്ങനെ ആരാണ് സഹോദരന്മാർ കളിക്കാൻ കൂടെയുള്ളത്? സഹോദരന്മാരൊക്കെയാണോ? ഇവിടെ കുറെ പിള്ളേരുണ്ട്. നമുക്ക് എല്ലാ ചുറ്റിലും കുറെ പിള്ളേരുണ്ട്. നമ്മളെല്ലാരും കൂടി ഇവിടെ താഴെയും ഗ്രൗണ്ടിലും ഒക്കെ കളിക്കും. ഈ മഴയൊരു പ്രശ്നമായല്ലേ കളികൾ? ഇല്ല, ഞങ്ങൾ രാവിലെ കളിക്കുമ്പോൾ മഴയില്ല. സാധാരണ വൈകിട്ടാണ് മഴ വരുന്നത്. അങ്ങനെ അവധിക്കാലം എൻജോയ് ചെയ്യാം. ഡിയോണിൻ്റെ ഒരു കാര്യം ഞാൻ അറിഞ്ഞു. ഡിയോൺ 8 സെക്കൻഡ് കൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറയുമെന്ന് പറഞ്ഞു. അതല്ലാതെ വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമുക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ പേരറിയാം, പ്രസിഡൻസ്, പ്രധാനമന്ത്രി, അങ്ങനെ. അപ്പം മുൻ പ്രധാനമന്ത്രിമാർ മുതൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പേര് വരെ പറയും അല്ലേ? നമുക്ക് ആദ്യം അതൊന്ന് ട്രൈ ചെയ്താലോ? ശരി, ഒന്ന് പറയണേ. ജവഹർലാൽ നെഹ്റു, ബുൾസാരിയനന്ദ, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, ചരൺ സിംഗ്, രാജീവ് ഗാന്ധി, VP സിംഗ്, ചന്ദ്രശേഖർ, നരസിംഹറാവു, AB വാജ്പേയി, HD ദേവഗൌഡ, IK ഗുജ്റാൾ, മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി. അടിപൊളി. അടുത്തത് എന്താണ് മോനെ? കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. ഇത് കൂടാതെ വേറെ എന്താ സ്കൂളിൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഉണ്ട്. നമുക്കവിടെ ഇവിടെ ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് ഒരുപാട് മത്സരങ്ങളുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന മത്സരങ്ങൾക്കെല്ലാം നമ്മൾ പോകാറുണ്ട്. എന്തൊക്കെ മത്സരങ്ങളാണ്? നമുക്ക് പ്രസംഗം, കവിതാരചന, കഥാപ്രസംഗം, പിന്നെ കാത്തലിക്കിന്റെ അങ്ങനത്തെ കുറച്ച് മത്സരങ്ങൾ. കഥാപ്രസംഗമൊക്കെ പറയല്ലേ? ക്വിസ് മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട്. പ്രൈസ് നേടിയിട്ടുണ്ട്? ഉണ്ട്. അതാണോ ഈ ഇരിക്കുന്ന പ്രൈസുകളൊക്കെ മോൻ കൊണ്ടുവന്നാണോ? പ്രസംഗമൊക്കെ പറയും? ഏത് സബ്ജക്റ്റ് കിട്ടിയാലും പ്രസംഗം. കവിതയൊക്കെ എഴുതുമോ? കവിത എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ കഥയും കവിതയൊക്കെ അപ്പോൾ എഴുതും, സ്പോട്ടിൽ എഴുതും. കഥ വലുതായിട്ട് അറിയത്തില്ല, കവിത ഓക്കെയാണ്. നമുക്ക് 8 സെക്കൻഡ് കൊണ്ട് മോനെ ഇത് പറയുമല്ലോ, മറ്റേ ഇന്ത്യയിലെ സ്റ്റേറ്റ്സിൻ്റെ ഒക്കെ, അതൊന്ന് പറയാമോ? ജമ്മുകാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ, ബീഹാർ, സിക്കിം, ആസാം, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കേരള, തമിഴ്നാട്, കർണാടക, രാജസ്ഥാൻ, ഗുജറാത്ത്, തെലങ്കാന, നാഗാലാൻഡ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. അടിപൊളി. ഇത് ആരാണ് പഠിപ്പിച്ചത്? ഇതിങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഈ വർഷമൊക്കെ അവധിക്കാലത്തായിട്ട് ചുമ്മാ ഒരു എന്റർടൈൻമെന്റിനായിട്ട്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞങ്ങൾ 3 സെന്റ് തോമസ് UP സ്കൂൾ കണവയാണ് പഠിക്കുന്നത്. ആരാ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? അച്ഛനാണോ? അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഇപ്പം ആത്മായുടെ കീഴിലുള്ള ഷോപ്പിന്റെ അതിന്റെ അവിടെ ജോലിയാണോ? വേറെ എന്താണ് മോനെ പറയുന്നത്? വേറെ ഫോർമർ പ്രസിഡന്റുമാർ പറയും. ഒന്ന് പറയും. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാധാകൃഷ്ണൻ, സക്കീർ ഹുസൈൻ, ജസ്റ്റിസ് M ഹിദാത്തുള്ള, VV ഗിരി, ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ്, നീലം സഞ്ജീവ് റെഡ്ഡി, ഗ്യാനി സെയിൽ സിംഗ്, R വെങ്കിട്ടരാമൻ, ശങ്കർ ദയ ശർമ്മ, KR നാരായണൻ, APJ അബ്ദുൽ കലാം, പ്രതിഭ പാട്ടിൽ, പ്രണവ് മുഖർജി, രാംനാഥ് കോവിന്ദ്, ദ്രൗപദി മുർമു. ഏതായാലും ഡിയോൺ മാത്യുവിൻ്റെ കഴിവ് കൊള്ളാം. അവൻ ഓരോ അറിവുകളും അത് പഠിക്കുന്നതോടൊപ്പം തന്നെ അത് എത്രയും വേഗം പറയാൻ സാധിക്കുന്ന തരത്തിൽ അത് പരിപോഷിപ്പിച്ചെടുക്കുകയാണ്. മാതാപിതാക്കളുടെ പിന്തുണയോട് കൂടിയാണ് ഡിയോൺ മാത്യു ഇങ്ങനെ 8 സെക്കൻഡ് കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് അനായാസമായ രീതിയിൽ പറഞ്ഞത്. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.